ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരൻ രാജീവേട്ടൻ, നമ്മുടെ ഏവരുടെയും സ്നേഹനിധിയായ എല്ലാ ആധ്യാത്മിക മേഖലകളിലും നമ്മളോടൊപ്പം അതിശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരൻജി, ശ്രീമതി രേണു സുരേഷ്, ആദരണീയായിട്ടുള്ള ശ്രീ വി ടി രമ അവറുകൾ, മഹിളാമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ മപ്പിയ, ശ്രീമതി പത്മിനി, കൊല്ലം ജില്ലയുടെ അധ്യക്ഷ രാജീവ് പ്രസാദ് ഉൾപ്പെടെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള സഹോദരന്മാരുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാ സഹപ്രവർത്തകർക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും പോലീസ് അധികാരികളിലെ നട്ടല് പിണറായി വിജയനെ കാണുമ്പോൾ വളയ്ക്കാത്ത നല്ലവരായിട്ടുള്ള പോലീസുകാർക്കും നമസ്കാരം. നിങ്ങൾ ഉപരോധ സമരം തീരുമാനിച്ചാൽ അത് നടത്താൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും. പക്ഷേ എന്ത് മഹാപാപിയായി പോയി പിണറായി വിജയൻ എന്നുള്ളതാണ്. ഇത്രയേറെ വയസ്സായിട്ടും നമ്മളത് പറയും, ആളുകളെ മുതിർന്ന് വയസ്സായി കഴിഞ്ഞാലെങ്കിലും ഒരച്ചടക്കവും കാരുണ്യവും ദയയും ഒക്കെ വർദ്ധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു സമരത്തിൽ നമ്മളൊക്കെ ഒരു മുഖ്യമന്ത്രിയെ കള്ളനെന്നും ദേശെന്നും ഒക്കെ ഇവിടെ പലരും വിളിക്കേണ്ട ഗതികേട് നമുക്കുണ്ടായി. ഉണ്ടാക്കിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഈ കേരളത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ശബരിമലയിലെ ആചാരലംഘനം നടത്തിയപ്പോ നമ്മളെല്ലാവരും റോഡിലായിരുന്നു. ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ഭക്തരായിട്ടുള്ള അമ്മമാർ കഞ്ഞി വെച്ച് വിളമ്പി ഞങ്ങൾ അത് കഴിച്ച് വീടിൽ നിന്ന് പെട്ടിയും കിടക്കയും എടുത്ത് അല്ലെങ്കിൽ ഒരു പായും തലയിലയും പിടിച്ച് നമ്മളൊക്കെ ആരാന്റെ വീടുകളിൽ അന്തിയിറങ്ങി. ശബരിമലയിൽ നമ്മുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ആദരണീയനായിട്ട് ശ്രീധരൻപിള്ള സാറിന്റെ നേതൃത്വത്തിൽ ഓർമ്മയില്ലേ, നമ്മൾ അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. അതിശക്തമായിട്ടുള്ള സമരങ്ങൾ കേരളത്തിന്റെ തെരുവീതിയിലുണ്ടായി. ആ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള സാർ പല കേസുകളിലും ശബരിമലയുടെ പേരിൽ ഇന്നും കോടതി മുമ്പാകെ ഹാജരാകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിണറായി വിജയനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? ഇത് വലിയേട്ടനും ചെറിയേട്ടനുമാണ്. ഏട്ടൻ ബാവയും അനിയൻ ബാവയുമാണ്. അങ്ങനെ ഏട്ടൻ ബാവയും അനിയൻ ബാവയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ ഒരുമിച്ച് അങ്ങനെ നടക്കുമ്പോ ഭരിക്കാൻ നേരത്തെ രാജേട്ടൻ പറഞ്ഞ പോലെ നയാ പൈസ ഇല്ല ഗജനാവിൽ. അപ്പൊ എന്ത് തീരുമാനിച്ചു? ഹിമാചൽ പ്രദേശ് ആരാ ഭരിക്കുന്നത്? ഹിമാചൽ പ്രദേശ് ആരാ ഭരിക്കുന്നത്? കോൺഗ്രസ്. ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് ഭരിക്കുമ്പോ അവിടെ പ്രധാനമന്ത്രിയുടെ PM ശ്രീ പദ്ധതി സ്കൂളുകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാളിലും തമിഴ്നാട്ടിലും ഒഴിച്ച് ആകെ വിരലിലെണ്ണാവുന്ന സംസ്ഥാനങ്ങളാണ് കോൺഗ്രസ് ഭരിക്കുന്നത്. ആ ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രിയുടെ PM ശ്രീയുടെ കോടാനുകോടി രൂപ വാങ്ങിയിട്ടാണ് കിങ്ങിണിക്കുട്ടനായിട്ട് നടക്കുന്ന നമ്മുടെ മുരളിയേട്ടൻ പറയുന്നത് എന്താണ്? പ്രധാനമന്ത്രിയുടെ PM ശ്രീ അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായാൽ കാവ്യവൽക്കരണം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ ഹിമാചലിൽ കാവ്യവൽക്കരണം ഉണ്ടാകില്ലേ? കോൺഗ്രസുകാർക്ക് പ്രശ്നമില്ലേ? മറ്റു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോടികൾ വാങ്ങുമ്പോൾ പ്രശ്നമില്ലേ? ഇവിടെ മാത്രം കോടികൾ വാങ്ങുമ്പോൾ പ്രശ്നമുണ്ട് എന്ന് പിണറായി വിജയനെ ബോധ്യപ്പെടുത്തുന്ന വി ഡി സതീശൻ ഒരു കാര്യം ചെയ്യണം. KC വേണുഗോപാൽ ഒരു പത്രസമ്മേളനം വിളിക്കട്ടെ. KC വേണുഗോപാൽ ഒരു പത്രസമ്മേളനം വിളിച്ച് വ്യക്തമാക്കണം
എന്താണ്? പത്രസമ്മേളനം വിളിച്ചിട്ട് KC വേണുഗോപാൽ പറയണം, കോൺഗ്രസിന്റെ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഈ PM ശ്രീ പദ്ധതിയിൽ എത്ര കോടി രൂപ കിട്ടി എന്ന് പബ്ലിക്കിനോട് പറയാൻ തയ്യാറാകണം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കൊടുക്കുന്ന നോട്ടുകെട്ടുകളും നമ്മൾ കൊടുക്കുന്ന കാണിക്കയും നമ്മൾ ഭഗവാന്റെ മുന്നിൽ അർപ്പിക്കുന്ന സ്വർണവും വെള്ളിയും, അതായത് ഉള്ളവൻ 10 പവൻ കൊടുക്കുകയാണെങ്കിൽ ഇല്ലാത്തവൻ 1/4 പവനെങ്കിലും കൊടുക്കും ഭഗവാന്റെ മുന്നിൽ. കാരണം അത് അവന്റെ ഉള്ളുരുകിയ പ്രാർത്ഥനകളാണ്. ആ ഉള്ളുരുകി പ്രാർത്ഥന നടത്തുമ്പോ ഭഗവാന്റെ മുന്നിൽ അർപ്പിച്ചിട്ടുള്ള കാണിക്കയിൽ തൊട്ടിട്ടാണ്, വസ്തുവകകളിൽ തൊട്ടിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കളിക്കുന്നത്. നിങ്ങൾ രക്ഷപ്പെടാനാണ് അല്ലേ ഈ സംഗമം നടത്തിയത്? നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി. എന്നിട്ട് ഭക്തർക്ക് വേദനിച്ചപ്പോൾ കൂടെ നിന്ന് സുകുമാരൻ നായരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അയ്യപ്പനോട് പ്രേമമാണ് പിണറായി വിജയന്. ഞാനും വിചാരിച്ചു കാക്ക മലർന്നു പറക്കുമോ ഇനി കേരളത്തിൽ എന്ന്. ആഗോള അയ്യപ്പ സംഗമത്തിന് സുകുമാരൻ സാറിനെ ക്ഷണിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിന് വെള്ളാപ്പള്ളി നടേശൻ സാറിനെ ക്ഷണിച്ചു. ഇടതുഭാഗത്ത് സുകുമാരൻ നായരും വലതുഭാഗത്ത് വെള്ളാപ്പള്ളിയും നിന്നു. ആ പാവങ്ങൾ വിചാരിച്ചു പിണറായി വിജയന് ബോധോദയമുണ്ടായി. കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കൂടെ പോയി നിന്ന ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, ഭഗവാന്റെ സ്വത്ത് കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവനെ പിടിക്കണമെന്ന് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സുകുമാരൻ നായർ മനസ്സ് കലങ്ങി, ചങ്ക് കലങ്ങി, വേദനയോടുകൂടിയിട്ടാണ് ഇരിക്കുന്നത്. അയ്യപ്പന്റെ സ്വത്തുവകകൾ കട്ടെടുത്തവന്റെ കൂടെ നിൽക്കാൻ ഒരു സമുദായത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആചാര്യനോ ശ്രേഷ്ഠനോ തയ്യാറാകില്ല എന്നുള്ള യാഥാർത്ഥ്യം വരാൻ പോകുന്ന നാളുകളിൽ പിണറായി വിജയന്റെ പാർട്ടിക്കും ബോധ്യപ്പെടും, കോൺഗ്രസിനും ബോധ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങൾ പദയാത്ര നടത്തി. ആര് പദയാത്രയിൽ നിന്ന് മാറി നിന്ന ശ്രീമാൻ മുരളീധരനെ കൊണ്ടുവരുന്നു, പദയാത്രയിൽ പ്രസംഗിപ്പിക്കുന്നു. അതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയം, ഞങ്ങൾക്കത് വിഷയമല്ല. പക്ഷേ ഞങ്ങൾ ഭക്തരായിട്ടുള്ള ആളുകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെച്ച കാര്യം എന്താണെന്നറിയുമോ? കേരള നിയമസഭ കൂടിയിട്ട് അടിയന്തര പ്രമേയം പാസാക്കണം. മിസ്റ്റർ VD സതീശൻ, അടിയന്തര പ്രമേയം നിങ്ങൾ അവതരിപ്പിക്കണം. നിങ്ങൾ പറയണം, ഇനി കേരളത്തിന്റെ നിയമസഭ ഈ അയ്യപ്പന്റെ വസ്തുവകകൾ അടിച്ചു മാറ്റി കൊണ്ടുപോയവന് ശിക്ഷ കൊടുക്കാതെ നിയമസഭ കൂടാൻ അനുവദിക്കില്ല എന്ന് പറയാനുള്ള തന്റേടം, ആർജവം അത് KC വേണുഗോപാലിനുണ്ടോ? അത് VD സതീശനുണ്ടോ? അത് രമേശ് ചെന്നിത്തലയ്ക്കുണ്ടോ? അതാ ചോദ്യം. ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. ഞങ്ങളെ പ്രതിരോധിക്കാം. കാരണം പടപേടിച്ച് പന്തളത്ത് ചെന്നാൽ പന്തം കൊളുത്തിപ്പട കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആ പഴഞ്ചൊല്ലുണ്ടായതെന്നറിയുമോ? പന്തളത്തെ രാജാവിന്റെ സ്വത്തുവകകൾ അടിച്ചു മാറ്റാൻ അവിടുത്തെ പർവ്വത നിരകൾ കടന്ന് കൊള്ളക്കാർ വന്നു. കാട്ടുകള്ളന്മാരായ കൊള്ളക്കാർ. പന്തളത്തെ രാജാവ് ജനകീയ യോഗം വിളിച്ചു. പന്തളത്തെ രാജാവ് ജനങ്ങളോട് സംഘടിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ജനങ്ങൾ ആ രാജാവിനോടൊപ്പം നിന്ന് അർദ്ധരാത്രിയിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് പോലെ, ഈ കള്ളന്റെ മുന്നിൽ ഇരിക്കുന്നത് പോലെ നമ്മൾ ആ കാട്ടുകള്ളന്മാരുടെ മുന്നിൽ പന്തം കൊളുത്തിപ്പടയായി പന്തളത്തെ മനുഷ്യർ പന്തം പിടിച്ചു നിന്നു. അങ്ങനെയാണ് ഈ പഴഞ്ചൊല്ലുണ്ടായത്. അത് കഴിഞ്ഞു വീണ്ടും അക്രമികൾ വന്നു, കൊള്ളക്കാർ വന്നു. അങ്ങനെ അക്രമികളും കൊള്ളക്കാരും വന്നപ്പോ തിരുവിതാംകൂറിലെ നാട്ടുരാജാവിനോട് സഹായം അഭ്യർത്ഥിച്ചു. പന്തളത്തെ രാജാവ് സഹായം അഭ്യർത്ഥിച്ചു, സഹായം കൊടുത്തു. അങ്ങനെ തിരുവിതാംകൂറിന്റെ സഹായത്തിന് പാരിതോഷികമായിട്ടാണ് നമ്മുടെ ശബരിമല ധർമ്മശാസ്താവിനെ, അയ്യപ്പ സ്വാമിയെ തിരുവിതാംകൂറിന് കിട്ടിയതെങ്കിൽ മനസ്സിലാക്കണം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ട് ഞെളിഞ്ഞു നടക്കുന്ന പ്രശാന്ത്, നിന്റെ തറവാട്ട് വക സ്വത്തെടുത്തിട്ടല്ല നീ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ തീരുമാനമെടുത്തത്. അത് പ്രതിരോധം നടത്തിയിട്ടുള്ള പന്തളത്തെ രാജാവിന്റെയും തിരുവിതാംകൂറിലെ രാജാവിന്റെയും ഇവിടത്തെ ഭക്തരുടെയും
പണവും നിധിയുമാണ് അയ്യപ്പൻ. ആ അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ റോഡിലിറങ്ങും, ഞങ്ങൾ പ്രതിഷേധിക്കും, ഞങ്ങൾ പ്രതികരിക്കും. അതിന്റെ പേരിൽ എത്ര കേസുകൾ ചാർത്തി തന്നാലും ഞങ്ങൾ ആ കേസുകളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ മുന്നോട്ട് പോയത് കൊണ്ടാണ് പിണറായി വിജയൻ ഭഗവത്ഗീത കയ്യിലെടുത്തത്. പിണറായി വിജയൻ ഭഗവത്ഗീത കയ്യിലെടുത്തത്. പിണറായി വിജയ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മമഗ പാണ്ഡവശൈവ കിമകുർവത സഞ്ജയ ദൃഷ്ട്വാദു പാണ്ഡവാനീയം വ്യൂഢം ദുര്യോധനസ്തത ആചാര്യമുപസംഗമ്യ രാജാവചനമബ്രവീതെന്ന് തുടങ്ങുന്ന ശ്ലോകങ്ങളിലൂടെ ഭഗവത്ഗീത ചൊല്ലി പഠിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കുങ്കുമഹരിത പതാകയുണ്ടല്ലോ അത് പിടിച്ചതെങ്കിൽ തത്തക്കം പിത്തക്കം പറഞ്ഞ് 4 വരി ഭഗവത്ഗീത ചൊല്ലുന്നവരല്ല ഞങ്ങൾ. ഭാരതീയ ജനതാ പാർട്ടിയിലെ ഓരോ പ്രവർത്തകന്മാരും ഞങ്ങളുടെ നേതാക്കന്മാരും എന്ന് മനസ്സിലാക്കാൻ പിണറായി വിജയൻ തയ്യാറാകണം. ഞങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി നടത്തും. ഞങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി നടത്തുമ്പോ ഞാൻ നിർത്തുകയാണ്. നമ്മൾ പാടും എങ്ങനെയാണ്? കൃഷ്ണനെ കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി, അല്ലെ? എനിക്ക് പാടാനറിയില്ല. നമ്മൾ കൃഷ്ണനെ പ്രാർത്ഥിച്ച് സ്തുതിച്ച് നമ്മൾ ഭഗവാന്റെ മുന്നിൽ നിൽക്കും. അവിടെ ഭഗവാനെ നമ്മൾ അകതാരിൽ അർപ്പിക്കും. ആ ഭഗവാന് ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ ചോദ്യം ചെയ്യും. ഇത് ഞങ്ങളുടെ രീതിയാണെങ്കിൽ പിണറായി വിജയൻ മതേതര ശ്രീകൃഷ്ണ ജയന്തി നടത്തും കണ്ണൂരിൽ. എന്നിട്ട് എന്തുണ്ടായി? നിങ്ങൾ മതേതര ശ്രീകൃഷ്ണ ജയന്തി നടത്തിയിട്ട് ഈ കേരളം വിട്ട് എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ? എല്ലാം തീർന്നു. ഈ ഭാരത രാജ്യത്ത് ഭാരതാംബയുടെ മക്കൾ ശ്രീമൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 16 സംസ്ഥാനങ്ങൾ BJP ഒറ്റയ്ക്ക് ഭരിക്കുകയാണ്. മിസ്റ്റർ പിണറായി വിജയൻ NDAയുടെ സഖ്യത്തിൽ 20ഓളം വരുന്ന സംസ്ഥാനങ്ങളിൽ ഭരണകൂടത്തിന്റെ കാവൽക്കാരായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിന്റെ ഭരണകൂടത്തിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ ഇവിടെ BJP തയ്യാറായാൽ എല്ലാ കാട്ടുകള്ളന്മാരെയും ഞങ്ങൾ തുറങ്കിലടക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമര പോരാട്ടത്തിന് ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നത്. എല്ലാ സഹപ്രവർത്തകർക്കും നന്ദി, നമസ്കാരം.